ആയിട്ടുള്ളവർക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ചെറിയതായിട്ട് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പാസ്റ്റർ മൈക്ക അരുൾദാസ്, അദ്ദേഹത്തിന്റെ സ്വദേശം ഇടുക്കി ശാന്തപാറ പ്രദേശത്ത് നിന്ന് കടന്നു വരുന്ന വ്യക്തിയാണ്. സ്പൈസർ കോളേജിൽ തൻ്റെ പഠിത്തം പൂർത്തിയാക്കി അദ്ദേഹം കർണാടകത്തിലെ ഗോവ എന്ന പ്രദേശത്ത് പ്രവർത്തനം ആരംഭിച്ചു. ആ പ്രദേശത്ത് നിന്നും അദ്ദേഹം കേരളത്തിലേക്ക് കടന്നു വന്നു. ഒറ്റപ്പാലം സഭയുടെയും അവിടുത്തെ ചാമ്പ്യനായിട്ടൊക്കെ എല്ലാം അദ്ദേഹം പ്രവർത്തിച്ചു വരുന്ന കാലയളവിലാണ് അദ്ദേഹത്തിനെ മെറ്റാസിന്റെ അൽബന്ധപുരത്ത് നടന്നു വന്നിരുന്ന മെറ്റാ സെമിനാരിയിലേക്ക് അദ്ദേഹത്തിനെ ക്ഷണിക്കുകയും അവിടെ കടന്നു വന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആ സെമിനാരിക്ക് നൽകുകയും ചെയ്തു വരികയായിരുന്നു. ആ കാലയളവിൽ തിരിച്ച് അദ്ദേഹത്തിനെ യൂണിയനിലേക്ക് കൊണ്ടുപോവുകയും അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ചു വരുന്ന കാലയളവിൽ 2017 സാറിനെ വീണ്ടും ഇടുക്കി സെക്ഷന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കുകയും അദ്ദേഹം അവിടെ സേവനം ചെയ്തു വരികയായിരുന്നു. 2022 കോൺസ്റ്റിറ്റ്യുവൻസി സെഷനിൽ പാസ്റ്റർ മൈക്ക അരുൾദാസിനെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ട് സൗത്ത് വെസ്റ്റിന്റെ യൂണിയനിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും തുടർന്ന് അദ്ദേഹം അവിടെ സേവനം ചെയ്തു വരികയുമായിരുന്നു. വീണ്ടും 2025 വീണ്ടും അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി രണ്ടാം തവണയും സൗത്ത് വെസ്റ്റിന്റെ യൂണിയന്റെ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്ത് അദ്ദേഹം ഇപ്പോൾ സൗത്ത് വെസ്റ്റിന്റെ യൂണിയൻ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ ഇന്നത്തെ ഈ ദിവസം ഇവിടെ കടന്നു വരാൻ കഴിയുമോ എന്ന് ചോദിച്ച സമയത്ത് തന്നെ അദ്ദേഹം അത് നോക്കട്ടെ എന്ന് പറഞ്ഞെങ്കിലും പാസ്റ്റർ മഹേഷിനാണ് സംസാരിക്കുന്നത്. വീണ്ടും അദ്ദേഹം സന്തോഷത്തോടുകൂടി ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ആയിരിക്കാം എന്ന് സമ്മതിക്കുകയും അദ്ദേഹം കടന്നു വരികയും ചെയ്തു. ഈ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് സൗത്ത് കേരള സെക്ഷന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുകയും അദ്ദേഹത്തിൽ നിന്നും ദൈവം എന്താണ് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നതെന്നുള്ളത് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ശ്രദ്ധിക്കാവുന്നതാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ദൈവം നല്ലവനെന്ന് പറയും. നിങ്ങളെല്ലാവരും ചേർന്ന് ഇപ്പോഴും നല്ലവനെന്ന് പറയുക. ഞാൻ ഇപ്പോഴും നല്ലവനെന്ന് പറയും. നിങ്ങളെല്ലാവരും ചേർന്ന് ദൈവം നല്ലവനെന്ന് പറയുക. ഞാൻ ദൈവം നല്ലവനെന്ന് പറയും. നിങ്ങളെല്ലാവരും ചേർന്ന് ഇപ്പോഴും നല്ലവനെന്ന് പറയും. ഞാൻ ഇപ്പോഴും നല്ലവനെന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം ചേർന്ന് ദൈവം നല്ലവനെന്ന് പറയുക. ദൈവം നല്ലവൻ. കൈകൾക്ക് ഉയർത്തിയെന്ന് പറഞ്ഞാണ്ട് ദൈവം നല്ലവൻ, എപ്പോഴും നല്ലവൻ. ദൈവം നല്ലവൻ, എപ്പോഴും നല്ലവൻ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഇന്ന് മാർച്ച് മാസം 7-ാം തീയതി 2026 കൂതാളി എന്നതായ ഈ ദേശത്ത് ഇപ്രകാരം ഒരു പുതിയതായി ഒരു ആലയം പണികഴിപ്പിച്ചിരിക്കുന്നു എന്ന സന്തോഷ വർത്തമാനം സൗത്ത് കേരള നേതൃത്വം പ്രസിഡന്റ് അദ്ദേഹം അറിയിക്കേണ്ടായി. ഇവിടെ ഇന്ന് നടക്കുന്നതായ ഈ ഡെലിഗേഷന് വരാമോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ആലോചിക്കട്ടെ സാറേ എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് എൻ്റെ വൈഫ് തൃശ്ശൂർ സഭയിൽ പ്രസംഗിക്കുകയാണ്. അപ്പം പുള്ളിക്കാരിക്ക് നിർബന്ധമുണ്ട് പ്രസംഗിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരിക്കണം. അപ്പം അതാണ് ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞത്. ഇന്ന് പ്രസംഗിക്കുമ്പോൾ പിന്നെ പ്രസംഗമൊക്കെ ശരിയാക്കി ഇന്ന് അവിടെ പ്രസംഗിക്കുന്നു. അപ്പോൾ ഇന്നിവിടെ നിൽക്കുമ്പോൾ സാറ് പറഞ്ഞു അടുത്ത ആഴ്ചയും സാറ് വരണം, ഇവിടെ വേറെ ഒരു സഭയുടെ ഗോൾഡൻ ജൂബിലി ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അടുത്ത ആഴ്ച ഞാൻ തൃശ്ശൂർ സഭയിൽ ഞാൻ പ്രസംഗിക്കേണ്ടതാണ്. എന്നാൽ അതിനോടൊപ്പം സൗത്ത് ഈസ്റ്റ് ഇന്ത്യ യൂണിയൻ ഓഫീസേഴ്സ് അവർ അടുത്ത ആഴ്ച അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും അവിടെ ഉണ്ടായിരിക്കണമെന്ന് അവർ ഓൾറെഡി അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അപ്പോയിൻമെന്റ്സ് ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ദൈവവചനം സംസാരിക്കുന്നതിൽ ഏറ്റവും താല്പര്യമുള്ള വിഷയമാണ്. എവിടെയും രാത്രിയായിരുന്നാലും ശരി പകലായിരുന്നാലും ശരി എവിടെ സഞ്ചരിച്ചും ദൈവവചനം പങ്കുവെക്കുവാൻ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ട്. അതിലൊരു പ്രശ്നവുമില്ല. പ്രത്യേകിച്ച് പ്രകാരം ഒരു അവസരം നൽകിയ സൗത്ത് കേരള സെക്ഷൻ ഓഫീസേഴ്സിന് പ്രത്യേകമായ നന്ദി. അതുപോലെ പാസ്റ്റർ മഹേഷ് മണിയൻ അദ്ദേഹം കൂടെ എന്നെ ശരി സാറേ വരുമോ സാറേ എന്ന് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഭാരിച്ച ഉത്തരവാദിത്വം കേരളത്തിലുള്ള എല്ലാ എഴുത്തുകൂത്തും നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക്
ഞാൻ പറഞ്ഞു നോക്കട്ടെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ശരി ഏതായാലും ശരി എന്ന് ഞാൻ വരാമെന്ന് ഏൽച്ചു. അതുപോലെ തന്നെ വേദി പാസ്റ്റർ രാജു വളരെ സന്തോഷം, അദ്ദേഹം എന്നെ പനച്ചുകൊണ്ട് സഭയിൽ അവരുടെയായ കൺവെൻഷന് എന്നെ വിളിച്ചിരുന്നു. എത്രാമത്തെ ആനിവേഴ്സറിയാണ്? 92ാമത്തെ ആനിവേഴ്സറിക്ക് അദ്ദേഹം എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ അവിടെ കടന്നു ചെന്നു. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇവിടെ ഞാൻ പഠിപ്പിച്ചതായ സ്റ്റുഡൻസ് ആണ് വളരെ മനോഹരമായ ഗാനം ആലപിച്ച പാസ്റ്റർ ജെൻസിസ്, അതുപോലെ തന്നെ പാസ്റ്റർ മനുമോൻ പി എം. ഞങ്ങൾ സെമിനാരിയിൽ ട്രെയിനിങ് കൊടുത്ത് അയച്ച വ്യക്തികളാണ്, മോശമില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞായിരുന്നു, ദൈവമേ എൻ്റെ പേര്, ഞങ്ങളുടെ പേര് എന്ത് ചെയ്യണം, നിലനിർത്തണം. എൻ്റെയും പാസ്റ്ററിൻ്റെയും ജോസ് പ്രകാശിൻ്റെയും പേര് നിലനിർത്തണം. നിങ്ങൾ മോശമായിട്ടൊന്നും ഒരു കാര്യം ചെയ്ത് നന്നായിട്ട് പ്രവർത്തിക്കണമെന്ന് അനുഗ്രഹിച്ചു. 17 പേര് ജോയിൻ ചെയ്തതിൽ 7 പേരെ മാത്രമേ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യിപ്പിച്ചുള്ളൂ. 17 പേര് സെമിനാരിയിൽ വന്ന് ജോയിൻ ചെയ്തു. അതിൽ 10 പേരെയും ഞാൻ നീക്കം ചെയ്ത് അതിന് പ്രാപ്തിയുള്ള 7 പേരെ മാത്രമേ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുവാനായിട്ട് ഞാൻ അനുവദിച്ചുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം നല്ല രീതിയിൽ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അതുപോലെ പാസ്റ്റർ ജെൻസിസ്, അദ്ദേഹം പ്രഗത്ഭനാണ്, വളരെ താരതമ്യമുള്ള വ്യക്തിയാണ്. നല്ല പാട്ടുകൾ പാടി ദൈവ വേല അദ്ദേഹം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ വേദിയിൽ നമ്മുടെ ബാബു മൂപ്പൻ ഉള്ളതിൽ സന്തോഷം. അദ്ദേഹം ഇവിടെ നിന്ന് സാബത്ത് സ്കൂൾ ലെസൺ പഠിപ്പിക്കുമ്പോൾ ശരിക്കും ഞാൻ അവിടെ നിന്ന് എൻ്റെ മൺമറഞ്ഞു പോയ എൻ്റെ പിതാവിനെയാണ് ഞാൻ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടത്. എൻ്റെ പിതാവ് ഇതുപോലെ വളരെ ശക്തമായിട്ട് ദൈവവചനം സംസാരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ അപ്പനെ ഞാനിങ്ങനെ ഓർത്തുപോയി. അതുപോലെ തന്നെ സതീശി നമ്മുടെ കൂടെയുണ്ട്, മണിരാജ് സാറുണ്ട്, സൂരജ് സാർ നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ കോഴിക്കോട് നിന്നും ഞാൻ സണ്ണി സാർ ഒരിക്കലും ഇവിടെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവിടെ കടന്നു വന്നതിൽ സന്തോഷം. നമ്മുടെ അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന പുരുഷോത്തമൻ, സൗത്ത് കേരള സെക്ഷന്റെ വിമൻസ് ബിസിനസ് ഡയറക്ടർ, അതുപോലെ തന്നെ ചിൽഡ്രൻസ് ബിസിനസ് ഡയറക്ടർ സിന്ധു അൻപഴകൻ, മറ്റും പാസ്റ്ററിന്റെ പേര് വിജയൻ അല്ലേ, ധർമ്മദാസ്, എപ്പോഴും കൺഫ്യൂഷൻ ആവില്ല, ധർമ്മദാസ് സാറിന് ഇവിടെ ഉള്ളതിൽ സന്തോഷം. എല്ലാവരെയും വന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ പലരെയും മുഖം എനിക്ക് അറിയാവുന്നതാണ്, ചിലരെയും എനിക്ക് അറിയില്ല. എന്നാലും കൂതാളി എന്ന ദേശത്ത് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവിടെ കടന്നു വരുവാൻ നിങ്ങളെല്ലാവരെയും കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷം. നമുക്ക് സമയമില്ല, 1 മണിക്കാണ് നമ്മൾ തുടങ്ങുന്നത്. എങ്ങനെ ഇവിടെ അവസാനിക്കുമെന്ന് അറിയത്തില്ല. വൈകിട്ട് എനിക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. നാളെ ബഡ്ജറ്റ് മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഞാൻ നിർത്തിക്കൊള്ളാം, പ്രശ്നമില്ല. ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പേ തമിഴ് പാട്ടാണ് കേട്ടത്. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾ നല്ലൊരു തമിഴ് പാട്ട് പാടി. എന്നാൽ പിന്നെ ഞാൻ ഇത്തവണ തമിഴ് പാട്ട് പാടിയിട്ട് എൻ്റെ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. അന്തിനവും മുമ്പിൽ നാൻ വളർന്നിടവേ മനുഗ്രഹം തരവേണ്ടുവേ. അന്തിനവും മുമ്പിൽ നാൻ വളർന്നിടവേ മനുഗ്രഹം തരവേണ്ടുവേ. എന്നാലും കൂടാതയ്യാ
അழைത്തവരെ മുന്നിൽ പിഴൈത്തിടവേ അവനിലുമക്കായി ഉழைത്തിടവേ അழைത്തവരെ മുന്നിൽ പിഴൈത്തിടവേ അവനിലുമക്കായി ഉழைത്തിടവേ ഏറ്റുകൊള്ളും എൻ യേശുവേ അനുദിനവും മുമ്പിൽ ഞാൻ വളർന്നിടവേ അനുഗ്രഹം തരവേണ്ടുമേ അനുദിനവും മുമ്പിൽ ഞാൻ വളർന്നിടവേ അനുഗ്രഹം തരവേണ്ടുമേ എന്നാലൊന്നും കൂടാതെയാ എല്ലാം മാൽ കൂടുമോ എന്നാലൊന്നും കൂടാതെയാ എല്ലാം മാൽ കൂടുമോ അനുദിനം ഉമ്മിൽ ഞാൻ വളർന്നിടവേ അനുഗ്രഹം തരവേണ്ടുമേ അനുദിനവും ഉമ്മിൽ ഞാൻ വളർന്നിടവേ അനുഗ്രഹം തരവേണ്ടുമേ. ഒരു ദിവസവും കർത്താവേ ആത്മീയമായി നിന്റെ സന്നിധിയിൽ വളരുവാനായിട്ട് എന്നെ നീ അനുഗ്രഹിക്കണമേ എന്നുള്ളതായ ഒരു ഗാനമായിരുന്നു. എന്നെ കൊണ്ട് യാതൊന്നും എനിക്ക് സാധ്യമല്ല. ഞാൻ ഒന്നും തന്നെ എന്നാൽ എന്റെ സ്വയം കഴിവിനാലോ താലത്തിനാലോ എന്റെ സാമർഥ്യത്തിനാലോ ഒന്നും തന്നെ എനിക്ക് ഒന്നും ചെയ്യുവാനായിട്ട് എനിക്ക് സാധ്യമല്ല കർത്താവേ. അതുകൊണ്ട് അനുദിനവും എന്നെ നീ അനുഗ്രഹിക്കണമേ എന്നുള്ളതായ ഒരു പാട്ടായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നത് അദ്ദേഹം ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ നടന്നു പോകുമ്പോൾ അവിടെ ഒരു വലിയ പൊക്കമുള്ള ഒരു കൽത്തൂണുണ്ടായിരുന്നു. പഴയ ആളുകൾക്കൊക്കെ അറിയാം, പുതിയ തലമുറയ്ക്ക് അറിയില്ലാത്ത ഒരു കാര്യമാണ് ചുമട് താങ്ങി എന്ന് പറഞ്ഞ സംഭവം. സതീശൻ സാറ് സൂര്യൻ സാറൊക്കെ കണ്ടിട്ടുണ്ടോ ചുമട് താങ്ങി? ഓക്കെ, ഇവരൊക്കെ ചുമട് താങ്ങി കണ്ടിട്ടുണ്ട്. ചുമട് താങ്ങി കണ്ടിട്ടുണ്ട്. ഒരു ദേശത്ത് നിന്ന് വേറൊരു ദേശത്തേക്ക് നടന്നു നീങ്ങുമ്പോൾ വളരെ ഭാരമേറിയ വസ്തുക്കൾ അല്ലെങ്കിൽ ചുമടുകൾ തലയിൽ വെച്ച് ക്ഷീണിതരാകുമ്പോൾ ഈ കൽത്തൂണുകളുടെ മേലിൽ എന്ത് ചെയ്യും? ഈ ചുമടെടുത്ത് വെക്കുക. പിന്നെ അവിടെ ഇരുന്ന് വിശ്രമിച്ച് പിന്നീട് ഈ ചുമടെടുത്ത് എന്ത് ചെയ്യും? തലയിലേറ്റി നടന്നു നീങ്ങും. എന്നാൽ ഈ ചുമട് താങ്ങികളെക്കാളും അല്പം കൂടി പൊക്കമുള്ള ഒരു കൽത്തൂണുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഇങ്ങനെ നടന്ന് എങ്ങനെ പോകുമ്പോൾ ഈ കൽത്തൂൺ ശ്രദ്ധിച്ചു. എന്നാൽ ഈ കൽത്തൂണിന്റെ മുകളിൽ ലൂസിഫർ എന്ന പേരുള്ളതായ പിശാച് ഇരുന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പം പിശാചിങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നത് കണ്ടിട്ട് ഈ മനുഷ്യൻ ചോദിച്ചു, ലൂസിഫറെ, നീ എന്തിനാ ഈ കൽത്തൂണിന്റെ മണ്ട കയറി നീ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചു. നീ സാധാരണ ഉറങ്ങുന്ന ആളല്ലല്ലോ, എന്തു പറ്റി നിനക്ക് ഈ കൽത്തൂണിന്റെ മണ്ട കയറി ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ പിശാച് വലിയ താല്പര്യമൊന്നുമില്ലാതെ പറഞ്ഞു, അങ്ങോട്ട് നോക്ക്. അങ്ങോട്ട് നോക്കാൻ? അങ്ങോട്ടൊന്ന് നോക്കാൻ. ഉടനെ അദ്ദേഹം തല തിരിച്ച് അങ്ങോട്ട് നോക്കി. അടുത്തൊരു ആലയം ഉണ്ടായിരുന്നു. അവിടെ ആ ആലയം അവിടെ ഒരു പാട്ടുമില്ല, അവിടെ ഒരു പ്രാർത്ഥനയുമില്ല. അവിടെ ആ ആലയത്തിൽ ആളുകൾ വരുന്നതായിട്ട് തന്നെ ഒരു യാതൊരുവിധമായ അടയാളങ്ങളുമില്ല. ആ സഭ ഉറങ്ങുന്ന ഒരു സഭയായിരുന്നു. പള്ളിയിൽ അവിടെ ഒരു പരിപാടിയുമില്ല,
ഒരു മനുഷ്യനും വരുന്നില്ല. ജനങ്ങൾക്ക് ആത്മീയമായ ഒരു ആവശ്യവുമില്ല. പിന്നെ എനിക്കും ഒരു പണിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കൽക്കുണ്ടം കണ്ടിരുന്ന് ഉറങ്ങുന്നതെന്ന് പിശാചിങ്ങനെ പറയുകയുണ്ടായി. എത്ര വർഷമായി ഇവിടെ വന്ന്? ഇവിടെ എത്ര വർഷമായി സാറേ? 50 വർഷത്തിൽ കൂടുതലായി. ഓക്കെ, 50 വർഷത്തിൽ കൂടുതലായി. കൂതാളി സഭ ഇവിടെ 50 വർഷത്തിൽ കൂടുതലായി. ദൈവത്തിന് സ്തോത്രം. അപ്പുറത്തൊരു ആലയമുള്ളത്, പുതിയൊരു ആലയം മാർനാഥയുടെ സഹായത്താൽ നമുക്കൊരു പുതിയ ആലയം ഡോണേഴ്സിന്റെ സഹായത്താൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. We really appreciate South West India Union, really appreciate Marnatha India for building a beautiful church here in Kudali, place named Kudali in South Kerala section. We thank the director Bilish Wilson as well as Christopher sir and the whole team, Marnatha International and all the sponsors for sponsoring this church and building this church. ഞങ്ങൾ സൗത്ത് ഇന്ത്യ യൂണിയന്റെ നാമധേയത്തിൽ പ്രത്യേകിച്ച് മാർനാഥ ഇന്ത്യക്ക് ഒരു നന്ദി അർപ്പിക്കുകയാണ്. 50 വർഷങ്ങൾ കഴിഞ്ഞതായ കൂതാളി സഭ ആത്മീയമായി വളരണം, ആത്മനേട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സഭയായിരിക്കണം. ഈ സഭ എപ്പോഴും ഉണർന്നിരിക്കണം. ഈ സഭയിൽ എപ്പോഴും പ്രാർത്ഥനകൾ ഇവിടെ നടത്തണം. ഇവിടെ കൂട്ടായ്മകൾ ഉണ്ടായിരിക്കണം, ഉപവാസ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം. ദൈവ മക്കൾക്ക് ആത്മീയമായി അവരുടെ തകർച്ചയിൽ നിന്ന് അവർക്ക് സൗഖ്യം പകരുന്ന ഒരു ആതുര ആലയമായിരിക്കണം കൂതാളി സഭ എന്ന് അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ആഗ്രഹിക്കുന്നതാണ്? ദൈവം ആഗ്രഹിക്കുന്നതാണ്. ഈ ഒരു സഭ ഒരു ആതുരാലയമായിരിക്കണം, ഒരു അഭയ കേന്ദ്രമായിരിക്കണം, ദൈവത്തിന്റെ മക്കൾ വസിക്കുന്ന ഒരു പ്രാർത്ഥന ആലയമായിരിക്കണം. ദൈവത്തിന്റെ ആലയത്തിലേക്ക് എപ്പോഴും ജനങ്ങൾ കടന്നു വരുന്നതായ ഒരു അനുഭവമായിരിക്കണം. പ്രിയമുള്ളവരെ, ഗ്രീക്ക് ഭാഷയില് സഭ എന്ന് പറയുന്നതിന് എക്ലീസിയ എന്ന ഒരു പദമുണ്ട്. പോലുള്ള എക്ലീസിയ കലിയോ എന്ന് പറഞ്ഞാൽ ചർച്ച് കോൾഡ് ഔട്ട് എന്നാണ്, വിളിക്കപ്പെട്ടതായ ഒരു സഭ എന്നാണ്. ഈ ചുമരുകളോടല്ല, എന്നാൽ നേരെ മറിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടാണ് ദൈവം എന്ത് ചെയ്യുന്നത്? സംസാരിക്കുന്നത്. നിങ്ങളെ ദൈവം അന്ധകാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ആത്മീയമായ അറിവില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് ദൈവം ഈ സത്യ വെളിച്ചത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. എക്ലീസിയ കലിയോ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്ന അർത്ഥമാണ്. എക്ലീസിയ എഫിക്റ്റിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ ഒരു ഡെഡിക്കേഷൻ, പ്രതിഷ്ഠ നടക്കുന്നതായ ഒരു ദിവസത്തെ കുറിച്ച് അവിടെ സംസാരിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെ ജെ പോക്കർ എന്ന് പറഞ്ഞ ഒരു തത്വചിന്തകൻ, അദ്ദേഹം പ്രകാരം പറയുന്നു. ജെ പോക്കർ എന്ന് പറഞ്ഞ ഒരു തത്വചിന്തകൻ ഇവിടെ ഈ ഒരു ചർച്ച് ഡെഡിക്കേഷന്റെ സമയത്ത് അദ്ദേഹം അതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതായ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ആപ്തവാക്യം എന്തെന്ന് പറഞ്ഞാൽ, the task of the church is to make the invisible kingdom of heaven visible through faithful Christian living and witness bearing എന്നാണ് പറയുന്നത്. അപ്പോൾ സഭയുടെയായ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ, വിശ്വാസികളുടെ ഒരു ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ, അദൃശ്യമായിരിക്കുന്ന സ്വർഗത്തെ അവരുടെ വിശ്വാസ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു ചർച്ച് ഡെഡിക്കേഷന്റെ ആയ സമയത്ത് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. സ്വർഗത്തെ മറ്റുള്ളവർക്ക് മറഞ്ഞിരിക്കുന്ന കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്ന സ്വർഗത്തെ നമ്മുടെ വിശ്വാസ ജീവിതത്തിലൂടെ നാം വെളിപ്പെടുത്തുന്നതായ ഒരു പ്രതിഷ്ഠയുടെ ഒരു ദിനമാണ് ഈ ഒരു ചർച്ച് ഡെഡിക്കേഷൻ എന്ന് ജെ പോക്കർ പറഞ്ഞ തത്വചിന്തകൻ അദ്ദേഹം പ്രകാരം പറയുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലൂടെ എന്ത് ചെയ്യണം? ആ മറഞ്ഞിരിക്കുന്ന സ്വർഗത്തെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മക്കൾക്ക്, അന്ധകാരത്തിൽ ജീവിക്കുന്ന മക്കൾക്ക്, അല്ലെങ്കിൽ അറിവില്ലായ്മയിൽ ജീവിക്കുന്ന മക്കൾക്ക്, ദൈവിക പരിജ്ഞാനമില്ലാത്ത മക്കൾക്ക് ദൈവികമായ ആ സ്വർഗീയമായ ആ ദേശത്തെ കുറിച്ച്, ആ സ്വർഗീയ സന്നദ്ധിയെ കുറിച്ച് വെളിപ്പെടുത്തുന്നതായ ഉത്തരവാദിത്വം സത്യത്തിന് പുനരാഗമന കാംക്ഷികളെന്ന് അറിയപ്പെടുന്നതായ സെവൻത്-ഡേ അഡ്വെന്റിസ്റ്റ് വിശ്വാസികൾക്ക് ഈ ദേശത്ത് ദൈവം വലിയൊരു ഉത്തരവാദിത്വം ദൈവം നൽകിയിരിക്കുകയാണ്.
ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. ഈ പ്രദേശങ്ങളിൽ ഓരോ കുടുംബങ്ങളിൽ നിന്നും ദൈവം എന്തിയിരിക്കുകയാണ്? ദൈവം വിളിച്ചിരിക്കുകയാണ്. അന്ന് സത്യത്തിന് വേണ്ടി അക്കാലത്ത് നിലനിന്നിരുന്നത് വാൾഡൻസീസ് എന്ന് പറഞ്ഞായ ഒരു കൂട്ടം ജനമാണ്. ആ ജനങ്ങളെ അവര് ബൈബിൾ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനായിരുന്നു. ബൈബിളിന്റെ വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവശ്വാസമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ കാലത്ത് എങ്ങനെയാണ് സെവൻത്-ഡേ അഡ്വന്റിസ്റ്റ് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന്റെ മക്കളെന്ന് പേരറിയപ്പെടുന്നു. പ്രശസ്ത പ്രാസംഗികനായ DGS ദിനകരനെ കുറിച്ച് പഴയ ആളുകൾക്കെല്ലാം അറിയാം. DGS ദിനകരൻ ആരാണെന്ന്. അതുപോലെ ആ DGS ദിനകരന്റെ മകൻ പോൾ ദിനകരനെ കുറിച്ചും ഇപ്പോഴുള്ള തലമുറയ്ക്ക് അത്രയും കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. പോൾ ദിനകരനെ കുറിച്ച് ഒരിക്കൽ പോൾ ദിനകരന്റെ അടുത്ത് ഒരു വ്യക്തി എന്ന പാസ്റ്റർ വേദപുസ്തകത്തിലുള്ളതായ ദാനിയേൽ വെളിപ്പാട് അതുപോലെ തന്നെ വേദപുസ്തകം ആഴമായി പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എന്ന് പാസ്റ്ററിനെ ചോദിച്ചപ്പോൾ പാസ്റ്റർ പോൾ ദിനകരൻ പറഞ്ഞു, നിങ്ങൾക്ക് വേദപുസ്തകത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിക്കണം ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടതായ ഇടം വരേണ്ട ഇടം ഈ സ്ഥലം ഇതല്ല. എന്നാൽ നേരെ കുറിച്ച് നിങ്ങൾ പോകേണ്ടത് ഒരു സെവൻത്-ഡേ അഡ്വന്റിസ്റ്റ് സഭയിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അന്ന് വാൾഡൻസീസ് അവര് എന്താണ്, അവര് പീപ്പിൾ ഓഫ് ദ ബുക്ക് എന്ന് അറിയപ്പെട്ടിരുന്നത് പോലെ ഇന്നും നമ്മളെന്താണ് ഇന്ത്യ കാലഘട്ടങ്ങളിൽ ദേശങ്ങളിലെ തെക്കൻ മേഖലകളിലെ ഇന്ത്യ ദേശങ്ങളിലെ കേരള ഖനിയിൽ നമ്മൾ എന്താണ് പുസ്തകത്തിന്റെ മക്കളെന്ന് പേരറിയപ്പെടുവാനോ സത്യം സത്യമായി മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാനോ ദൈവരാജ്യത്തെ കുറിച്ച് ഉണർത്തുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. വളരെ പ്രശസ്തിയാർച്ച പ്രാസംഗികനായ ബില്ലി ഗ്രഹാം ഇപ്രകാരം പറയുന്നു. അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ the highest form of worship is the worship of unselfish Christian service. സ്വാർത്ഥതയില്ലാത്ത ഒരു ആരാധന ക്രമമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലെ ഏറ്റവും ഉന്നതമായ ഒരു ആരാധന രീതി എന്ന് ബില്ലി ഗ്രഹാം ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ്. സ്വാർത്ഥത, യാതൊരുവിധമായ സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നതായ ഒരു രീതിയാണ് ഏറ്റവും ഉന്നതമായ ഒരു ആരാധന രീതി എന്ന് ബില്ലി ഗ്രഹാം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. സഭ എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒരു മ്യൂസിയം അല്ല. സഭ എന്ന് പറയുന്നത് ഒരു എക്സിബിഷൻ ഹാളല്ല. സഭ എന്ന് പറയുന്നത് എന്താണ്, പാപത്തിന്റെ അന്ധകാരത്താൽ എന്താണ് എല്ലാ രീതിയിലും പരീക്ഷിക്കപ്പെട്ട് തകർന്ന തരിപ്പണമായി നിറഞ്ഞ അല്ലെങ്കിൽ തകർന്ന ഹൃദയമായിരിക്കുന്ന വ്യക്തികൾക്ക് ആലയമെന്നായ ഈ ദൈവീക ആലയം ഒരു ആതുരാലയമായി അവരെ ചികിത്സിക്കുന്ന ഒരു എന്താണ്, ഒരു ദൈവീക ആലയമായിരിക്കണം. ഇവിടെ ചികിത്സിക്കുന്ന ഔഷധം, എന്ത് ഔഷധമാണ് അവർക്ക് നൽകുന്നതെന്ന് അറിയാമോ? നാം ദൈവസന്നിധിയിൽ വരുന്ന ദൈവജനത്തിന് എന്ത് ഔഷധമാണ് നൽകി ചികിത്സ ചെയ്യുന്നത്? ദൈവത്തിന്റെ വചനമാണെന്ന് പറയുന്നു. എന്താണ്? വേറെ എന്തെങ്കിലും ഉത്തരമുണ്ടോ? എന്ത് ഔഷധം കൊണ്ടാണ് നാം ദൈവസന്നിധിയിൽ വരുന്ന മക്കളെ നാം ചികിത്സിക്കുന്നത്? ശരിയായ ഉത്തരമാണ് ദൈവത്തിന്റെ വചനമാണ്. കൃപ എന്ന ദൈവത്തിന്റെ കൃപയെന്നുള്ള ഔഷധം കൊണ്ട് കടന്നു വരുന്ന പാപികളെ ചികിത്സിക്കുന്ന ഒരു ആതുര ആലയമായിരിക്കണം നമ്മുടെ ആലയം. പ്രിയമുള്ളവരെ, കൂതാളി സഭ ഇവിടെ തകർന്നിരിക്കുന്നവർക്ക് മാനസികമായിട്ട് അല്ലെങ്കിൽ ആത്മീയമായിട്ട് പിന്നോക്കമുള്ള ഓരോ വ്യക്തികൾക്കും ചികിത്സിക്കുന്ന ഒരു ആതുര ആലയമായിരിക്കണം ഈ കൂതാളി സഭ. ഈ ഡെഡിക്കേഷൻ നടത്തുന്ന ഈ ദിവസം പ്രിയമുള്ളവരെ, നാം ഭാവികളായിരിക്കുന്ന അല്ലെങ്കിൽ തകർന്ന ഹൃദയമുള്ളവരെ, നുറുങ്ങിയ ഹൃദയമുള്ളവരെ ചികിത്സിക്കുന്ന ഒരു ആതുര ആലയമായിരിക്കണം നമ്മുടെ സഭ. യഹൂദന്മാർക്ക് ഒരു പ്രതിഷ്ഠാ ഉത്സവമുണ്ട്. വേണമെങ്കിൽ ആ വാക്യം നമുക്ക് വായിച്ചിട്ട് കടന്നു വരാം. യോഹന്നാന്റെ പുസ്തകം 10-ാം അധ്യായം 22-ാമത്തെ വാക്യം നമുക്ക് വായിച്ചിട്ട് നമുക്ക് കടന്നു വരാം. യോഹന്നാൻ 10-ാം അധ്യായം 22-ാമത്തെ വാക്യം എന്താ പറയുന്നത്? അതിന്റെ ആദ്യത്തെ ഭാഗം എന്താ പറയുന്നത്?
അനന്തരം യെരൂശലേമിൽ പ്രതിഷ്ഠ അനന്തരം യെരൂശലേമിൽ അവിടെ പ്രതിഷ്ഠാ ഉത്സവം ആചരിച്ചു എന്നാണ് പറയുന്നത്. അവർക്കൊരു ഉത്സവം ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെ. അവർക്ക് ഒരുപാട് ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? കൊയ്ത്തുത്സവം ഉണ്ടായിരുന്നു, അവർക്ക് കൂടാര പെരുന്നാൾ ഉണ്ടായിരുന്നു, അവർക്ക് പെസഹ പെരുന്നാൾ ഉണ്ടായിരുന്നു, അങ്ങനെ പല പെരുന്നാളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് അതിൽ ഒരു ഉത്സവം ഉണ്ടായിരുന്നു. യെരൂശലേമിൽ ഒരു ഉത്സവം ഉണ്ടായിരുന്നു. ആ ഉത്സവത്തിന്റെ പേരെന്താണെന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠാ ഉത്സവം എന്നായിരുന്നു. പ്രതിഷ്ഠാ ഉത്സവം എന്നാണ് അതിന് പറയുന്നത്. ഈ പ്രതിഷ്ഠാ ഉത്സവത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ. അതിൽ പറയുന്നത് യഹൂദന്മാര് ആഘോഷിക്കുന്നതായ ഈ പ്രതിഷ്ഠാ ഉത്സവത്തിന് പറയുന്നത് ഹനൂക്ക എന്നാണ് പറയുന്നത്. ഫീസ്റ്റ് ഓഫ് ഹനൂക്ക എന്നാണ് പറയുന്നത്. ഈ ഹനൂക്ക എന്നുള്ളതായ ഈ ദിവസം, ഈ ഉത്സവത്തിന് ഇത് ആരംഭിച്ചത് 2-ാം നൂറ്റാണ്ട് മുതലാണ്. അന്ന് കുറെ യഹൂദന്മാര്, ഒരു ചെറിയൊരു കൂട്ടം യഹൂദന്മാര് അവിടെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ സിറിയൻ സൈന്യത്തെ അവരോട് യുദ്ധം ചെയ്ത് അവരുടെ ആലയത്തെ തിരികെ പിടിച്ച് ആ ആലയത്തെ ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠ ചെയ്തതായ അതിന്റെ പേരിൽ അവർ ആഘോഷിക്കുന്നതായ ഒരു ഉത്സവമാണ് പിന്നീട് ഒരു ഉത്സവമാണ് എന്താണ് ഹനൂക്ക എന്ന് പറഞ്ഞായ ഈ ഉത്സവം. അപ്പൊ ഈ ഹനൂക്കയും പ്രതിഷ്ഠാ ഉത്സവവും തമ്മിൽ ഒരുപാട് ബന്ധവുമുണ്ട്. അന്ന് അവരെന്ത് ചെയ്തു? പ്രതിഷ്ഠോത്സവം അവര് ആഘോഷിച്ചു. ഹനൂക്ക എന്ന് പറഞ്ഞാൽ, ഹന എന്ന് പറഞ്ഞാൽ പുഷ്പം എന്നും, അവിടെ ഹനൂക്ക എന്ന് പറയുമ്പോൾ അതിനൊരു കുന്ന് എന്നുള്ളതാണ്. കുന്നിന് മുകളിൽ ഇരിക്കുന്നതായ അല്ലെങ്കിൽ പുഷ്പിക്കുന്ന കുന്നിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു ആലയം എന്ന് ഈ ഒരു ഹനൂക്ക എന്നുള്ള ഉത്സവത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നു. 8 ദിവസമാണ് ഈ ഹനൂക്ക ഉത്സവം അവർ ആഘോഷിച്ചിരുന്നത്. ഈ പ്രതിഷ്ഠോത്സവം എത്ര ദിവസമാണ്? 8 ദിവസമാണ് അവര് ആഘോഷിച്ചിരുന്നത്. ഈ ആഘോഷത്തിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ദൈവത്തിന്റെ ആ വിശുദ്ധ മന്ദിരത്തില് എത്ര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു? ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ എത്ര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു? എത്ര? ഇങ്ങനെ കാണിക്കുന്നു. ഏതൊക്കെയാ? ഏതൊക്കെയാണ്? പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്ന 3 ഭാഗങ്ങളുണ്ട്. അപ്പോൾ പ്രാകാരം, വിശുദ്ധ സ്ഥലത്തിൽ അവിടെ മിനോറ എന്ന് പറഞ്ഞായ ഒരു സംഭവമുണ്ട്. മിനോറ എന്ന് പറഞ്ഞാൽ അതിന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിലവിളക്ക് എന്നാണ് അതിന്റെ അർത്ഥം. നിലവിളക്ക് അതിന് എന്താണ്? 7 നിലവിളക്ക്, 7 തണ്ടുകളുള്ളതായ നിലവിളക്ക്. ഈ മിനോറ എന്ന ഈ ഹനൂക്ക എന്ന ആഘോഷത്തിന്റെ വേളയിൽ ഈ മിനോറ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ വീടുകളിലും വഴി സ്ഥലങ്ങളിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും എന്ത് ചെയ്യും? ഈ വിളക്ക് കത്തിച്ച് അവർ വെച്ച് എന്ത് ചെയ്യും? ആ ദീപം കത്തിച്ച് വെച്ച് വളരെ പ്രകാശപൂരിതമായി അവരെന്ത് ചെയ്യും? ഈ ദിവസം അവർ ആഘോഷിച്ചു വരുന്ന ദിവസമായിരുന്നു. പലവിധമായ ഇന്ന് മോഡേൺ ആധുനിക ലോകത്തിൽ ഇന്ന് യഹൂദന്മാർ ആഘോഷിക്കുന്നത് ഈ വിളക്കുകൾ കത്തിച്ചു വെക്കുകയും അതിനോടൊപ്പം തന്നെ ഡോണറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു പലഹാരമുണ്ട്. അത് ഇവിടെയൊന്നും കിട്ടുന്ന ഒരു സംഭവമല്ല. സ്പൈസർ കോളേജിൽ പോയിട്ടുള്ളവർക്ക് ഈ ഡോണറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം അറിയാം. അപ്പോൾ അത് എല്ലാവരും ഈ പലഹാരം കൈമാറി സന്തോഷത്തോടെ ആഘോഷിക്കുന്നതായ ഒരു ഇതാണ്. വീടിന്റെ മുൻപിലും വഴിയോരങ്ങളിലും എല്ലായിടങ്ങളിലും ഈ തണ്ട് എന്താണ്? ഈ മിനോറ എന്ന് പറഞ്ഞാൽ 7 നിലവിളക്ക് അവർ കത്തിച്ചു വെക്കുന്നത് പതിവാണ്. ഇന്ന് ആ നിലവിളക്കിന് 9 തണ്ടാണുള്ളത്, അല്ലെങ്കിൽ 9 തണ്ടുകളാണുള്ളത്, ക്യാൻഡിൽസ് ആണുള്ളത്. 4 4 8 നടുക്കുള്ളത് 9 ക്യാൻഡിൽ ഷീറ്റ്സ് ആണ് ഇതിന് ഉള്ളത്. അപ്പോൾ ഇത് പ്രതിഷ്ഠാ ഉത്സവത്തോടനുബന്ധിച്ച് അവര് ഇത് വളരെയധികം അവര് ആഘോഷിക്കുന്നു. ഇതിന്റെ യഥാർത്ഥ അർത്ഥത്തെ കുറിച്ച് ഞാൻ വിശദമായി പരിശോധിച്ചപ്പോൾ അത് പറയുന്നത് എന്താണ്? ഈ ആഘോഷത്തിൽ പ്രത്യേകിച്ച് പറയുന്നത് ഈ ആലയം ആരുടെയാണ്? ഇത് ദൈവത്തിൻ്റെതാണ്. ഈ ആലയത്തിൽ അധിവസിക്കുന്ന, ഈ ആലയത്തിൽ കടന്നു വരുന്നതായ ജനങ്ങൾ ആരുടേതാണ്? അവർ ദൈവത്തിൻ്റെതാണ്. ഈ ആലയത്തിൽ ആയിരിക്കുന്ന എല്ലാ വിശ്വാസികളും ദൈവത്തിൻ്റെതാണ്. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ അത് ആരുടെ നാമത്തിലാണ്?
അത് ദൈവനാമത്തിലാണ്. അന്ന് ഈ ഒരു ആഘോഷത്തിന് ഒരു അർത്ഥവുമുണ്ട് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു പ്രിയമുള്ളവരെ. ഇപ്പോൾ നമുക്ക് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. അവിടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. എന്താണ് പറയുന്നത്? പുറപ്പാട് പുസ്തകം 25-8 എന്താ പറയുന്നതെന്ന് നമുക്ക് വായിക്കാം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവരെനിക്കൊരു ഒരു വിശുദ്ധ മന്ദിരം അവരെന്ത് ചെയ്യണം? ഉണ്ടാക്കണം എന്ന് കർത്താവായ ദൈവം ഇവിടെ ആരോടാണ് ആവശ്യപ്പെട്ടത്? ആരോട് ആവശ്യപ്പെട്ടത്? ആരോട് ആവശ്യപ്പെട്ടത്? എന്തോ വേറെ എന്തോ ഇവിടെ പറയുന്നത്. ആരോട് ആവശ്യപ്പെട്ടത്? ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാനായിട്ട് നിങ്ങൾ എനിക്കൊരു മന്ദിരം ഉണ്ടാക്കണമെന്ന് ആരോട് ആവശ്യപ്പെട്ടത്? കൂതാളി സഭയിലെ മൂപ്പൻ അദ്ദേഹം പറയുകയാണ്, ദാവീദിനോടാണ് ദൈവം ആവശ്യപ്പെട്ടതെന്ന്. മോശയോടാണ് ദൈവം ആവശ്യപ്പെട്ടത്. ദൈവത്തിന്റെ ദാസനായ മോശ ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതായ സൗമ്യനായ, ലോകത്തിൽ വെച്ച് ഏറ്റവും സൗമ്യനായ ആ ദൈവദാസനായ മോശയോടാണ് ദൈവം എന്ത് ചെയ്തത്? ആവശ്യപ്പെട്ടത്. ആദ്യം എങ്ങനെ പണിയണമെന്നും ഏതൊക്കെ രീതിയിലായിരിക്കണം ആ വിശുദ്ധ മന്ദിരം ആയിരിക്കണമെന്നുള്ള എല്ലാം ദൈവം ആവശ്യപ്പെട്ടു. ദൈവത്തിനൊരു ആഗ്രഹം എന്താണ്? ഈ മനുഷ്യരുടെ മധ്യയിൽ എന്താണ് ഞാനെന്ന് വസിച്ചാൽ കൊള്ളാമെന്ന് ദൈവത്തിനൊരു ആഗ്രഹം. അപ്പോൾ മോശയോട് അവർ പറഞ്ഞു, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം ഒക്കെയും തന്നെ ഉണ്ടാക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ദൈവം മോശയ്ക്ക് കാണിച്ച പ്രകാരമാണ് ഒരു ആലയം എന്താണ് പണിയെടുപ്പിക്കേണ്ടത്. എന്തിനാണ് ആലയം പണിയേണ്ടത്? ഞാൻ അവരുടെ നടുവിൽ എന്ത് ചെയ്യണം? വസിക്കുവാനായിട്ട്. എത്ര പേര് ചിന്തിക്കുന്നുണ്ട് നമ്മുടെ ആലയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നടുവിൽ ദൈവം വസിക്കുന്നതിന് എത്ര പേര് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ കൈകളൊന്ന് കാണട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മധ്യയിൽ കർത്താധികർത്തനും രാജാതി രാജാവുമായ ആ ദേവാദി ദേവനുമായ കർത്താവായ ദൈവം നമ്മുടെ മധ്യയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നടുവിൽ വസിക്കുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മധ്യയിൽ എപ്പോഴും വാസം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവമാണ്. എന്നാൽ ദൈവമേ, നീ വസിക്കുവാനുള്ളതായ യോഗ്യത എനിക്കുണ്ടോ? എന്റെ വീട്ടിൽ നീ വസിക്കുവാനുള്ളതായ യോഗ്യതയുണ്ടോ? എന്റെ ആലയത്തിൽ നീ വസിക്കുവാനുള്ളതായ യോഗ്യത ഞങ്ങൾക്കുണ്ടോ? ദൈവമേ, ഈ അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവമേ, കർത്താവേ, സർവവും സൃഷ്ടിച്ച കർത്താവേ, അങ്ങനെയായ ആ വസിക്കുന്ന അനുഭവത്തോടുകൂടിയാണോ ഇന്ന് അടിയങ്ങൾ ജീവിക്കുന്നത്? അങ്ങനെയുള്ളതായ ആത്മീയ രീതിയിലാണോ ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം. ദൈവമാണ് പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളുടെ മധ്യയിൽ എന്താണ് വസിക്കുവാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ആലയം നിങ്ങൾ ഉണ്ടാക്കണമെന്ന് ദൈവം അവിടെ ആഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് യോഹന്നാൻ 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് അറിയില്ല. യോഹന്നാൻ 8:12 എന്താ പറയുന്നത് എന്ന് നോക്കാം. 8:12 എന്താ പറയുന്നത്? യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവർ ആകുമെന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വരുന്നവര് അവരെന്താണ്? അവർ ഇരുളിൽ വസിക്കാതെ ജീവന്റെ വെളിച്ചം അവർക്ക് ഉണ്ടാക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ഈ ദേശത്തെ കാക്കുവാനായിട്ട്, ഈ ദേശത്തിന് ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അവിടെ ഇസ്രായേലിനെ ആ നാശത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് യോസേഫിനെ ദൈവം തിരഞ്ഞെടുത്തതുപോലെ ദൈവം ഈ കൂതാളി എന്ന ദേശത്തെ അത് കാത്തു പരിപാലിക്കുവാൻ, ഈ ദേശത്തെ ആത്മീയമായി നയിക്കുവാൻ, ഈ ദേശത്തെ ആത്മീയ അധപ്പതനത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട്, പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് ജനങ്ങളെ കൈപിടിച്ച് ഉയർത്തുവാനായിട്ട്, ആ ദൈവിക സന്നിധിയിലേക്ക് നയിക്കപ്പെടുവാനായിട്ടുള്ളതായ ആ ഉത്തരവാദിത്വം സപ്തദിന പുനരാഗമന കാക്ഷികൾ എന്ന് പറഞ്ഞായ സെവൻത്-ഡേ അഡ്വന്റിസ്റ്റ് വിശ്വാസികൾക്ക് ഇവിടെയുള്ളതായ ദൈവ സമൂഹത്തിന് ദൈവം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്താണ്? അവരെ ഇരുളിൽ നടക്കുന്നതായ അനുഭവത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, എങ്ങനെയുള്ള വെളിച്ചമാണ്? ജീവന്റെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ
ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്വം മനസ്സിലായോ? ഞങ്ങൾ കുറച്ചു പേര് അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടി ഒന്നും ചത്തയില്ലാതെ ഞങ്ങൾക്ക് വയ്യാതെ ഷുഗറും പ്രഷറും ഒക്കെ എല്ലാം ഉണ്ട്. നമുക്ക് പറഞ്ഞ് ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് എന്താണ്? അങ്ങനെയല്ല. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ജീവന്റെ വെളിച്ചം മറ്റുള്ളവർക്ക് പകരുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് മുന്നോട്ട് പോകാം. എന്താ പറയുന്നത് നമുക്ക് നോക്കാം. വെളിപാട് പ്രവചനം 21-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലേക്ക് കടന്നില്ല. വെളിപാട് പ്രവചനം 21-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നില്ല. എന്താ പറയുന്നത്? പ്രിയമുള്ളവരെ, ഈ ദേശത്ത് നിന്നാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തെ നിലനിർത്തുവാനുള്ളതായ ഒരു വലിയ ഒരു ഉത്തരവാദിത്വം കൂതാളി സഭയുള്ളതായ ആ ശുശ്രൂഷകരും അതുപോലെ വിശ്വാസികൾക്കും ഉണ്ട്. പ്രിയമുള്ളവരെ, ഈ ദേശത്തിന് കുഞ്ഞാട് ഒരു വിളക്കായി മാറുവാനായിട്ട്, ആ സത്യ ദൈവത്തെ ജനങ്ങൾ തിരിച്ചറിയുവാനായിട്ട്, ആ സത്യ ദൈവം ഇതാ വേഗം വരുന്നു എന്ന് ഈ ദേശത്തിന് താക്കീത് നൽകുവാനായിട്ടുള്ളതായ ആ ഒരു ഉത്തരവാദിത്വം അത് ദൈവം നൽകിയിരിക്കുകയാണ്. ഈ ദേശത്തിന് കുഞ്ഞാടൊരു വിളക്കായി മാറുവാനായിട്ട്, അന്ധകാലത്തിൽ പാപത്തിന്റെ ആ രൂപത്തിലായിരിക്കുന്ന മനുഷ്യരെ ആ വെളിച്ചത്തിലേക്ക് നയിക്കപ്പെടുവാനും, ആ ദൈവത്തിന്റെ ആ കുഞ്ഞാട് അവരുടെ ജീവിതത്തിൽ വിളക്കായി മാറുവാനായിട്ട്, പ്രകാശപൂരിതമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട്, ആത്മീയമായ ഒരു ഉന്നതമായ സ്ഥാനത്തേക്ക് നയിക്കപ്പെടുവാനായിട്ട്, അങ്ങനെയുള്ള രീതിയിൽ ആത്മീയമായി നമ്മളെ ഇവിടെയുള്ള ജനങ്ങളെ നയിക്കുവാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ആ കുഞ്ഞാടിനെ, ആ വിളക്കാവുന്ന കുഞ്ഞാടിനെ അവരുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ച് പലരും കേട്ടില്ലെങ്കിൽ ലുത്തറൻ സഭയെ കുറിച്ച് ചിലപ്പോൾ എല്ലാവരും കേട്ടുകയാണ്. അദ്ദേഹമാണ് നവോത്ഥാനത്തിന്റെ ഹീറോ എന്നറിയപ്പെടുന്ന മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതർ അദ്ദേഹം ഒരു കാര്യം പ്രസ്താവിച്ചെന്ന് പറഞ്ഞാൽ, for where God builds a church, there the devil would also build a chapel. എവിടെ ദൈവം ഒരു ദൈവാലയം പണിയെടുപ്പിക്കുന്നുവോ അവിടെ പിശാച് എന്ത് ചെയ്യും? അവിടെ ഒരു കപ്പൽ നിർമ്മിക്കുമെന്ന് ഇവിടെ മാർട്ടിൻ ലൂതർ പറയുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എവിടെ ദൈവമക്കൾ ഉണ്ടായിരിക്കുന്നുവോ, എവിടെ ദൈവനാമം ഉയർത്തപ്പെടുന്നുവോ അവിടെ പിശാച് എന്ത് ചെയ്യും? അവൻ ആ തൂണിന്റെ മണ്ടയിൽ നിന്ന് ഇറങ്ങിയിട്ട് താഴോട്ട് വന്ന് എന്ത് ചെയ്യും? അവന്റെ പ്രവൃത്തി ആരംഭിക്കും. പ്രിയമുള്ളവരെ, പുതിയൊരു സഭയുടെ രൂപീകരിക്കപ്പെടുമ്പോൾ, ഇവിടെ ഒരു പ്രതിഷ്ഠ നടത്തുമ്പോൾ, ഒരു പുതിയതായ ഒരു സഭയുടെ സ്ഥാപിക്കപ്പെടുമ്പോൾ പിശാചിനത് താല്പര്യമില്ല, പിശാചിനത് ഇഷ്ടമില്ല. ദൈവത്തിന്റെ മക്കളായി ആ കുഞ്ഞാട് അനേകരുടെ കുടുംബങ്ങളിൽ ആ വിളക്കായി മാറുന്ന ആ ഒരു അനുഭവം അത് പിശാചിന് താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ്. മാർട്ടിൻ ലൂതർ പറഞ്ഞത് വളരെയധികം ശരിയാണ്. Where God builds a church, there the Satan will really build a cathedral എന്ന് മാർട്ടിൻ ലൂതർ പറഞ്ഞ പ്രസ്താവന ശരിയാണ്. നമുക്ക് 1 ശമൂവേൽ 7-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നില്ല. 1 ശമൂവേൽ 7-ാം അധ്യായം 12-ാമത്തെ വാക്യം എന്താ പറയുന്നത് നമുക്ക് നോക്കാം. 7-ാം അധ്യായം 12-ാമത്തെ വാക്യം എടുത്തൊരു വായിക്കുക. പിന്നെ ശമൂവേൽ എന്താണ് പേരിട്ടു. 50 വർഷമായി ഭൂതാളി സഭയെ ദൈവം ഇത്രത്തോളം സഹായിച്ചു എന്ന ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് എബനേസർ എന്നുള്ളതായ ആ പദം ഉച്ചരിച്ചുകൊണ്ട് ഇത്രത്തോളം ദൈവം എന്താണ് ഭൂതാളി സഭ മൂപ്പൻ ബാബു അതുപോലെ തന്നെ പാസ്റ്റർ മനുമോൻ പിയം ദൈവ വിശ്വാസികളെ ഇത്രത്തോളം ഈ വർഷത്തോളം ദൈവം എന്ത് ചെയ്തു? സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ സഹായിച്ചതുകൊണ്ട് ഇന്ന് ജീവനോടുള്ള ദേശത്ത് ജീവനോടുകൂടി ഇന്ന് ആലയത്തിൽ ഇരിക്കുവാനായിട്ട് ദൈവം ഈ അവസരം നൽകിയ ദൈവത്തിന് സ്തോത്രം. എത്രയോ പേര് മൺമറഞ്ഞു പോകുന്ന ഈ ലോകത്തിൽ, അനിത്യമായി ജീവിതം നയിക്കുന്ന പാർശ്വങ്ങളായി ജീവിക്കുന്ന ഈ ലോകത്തിൽ ഇത്രത്തോളം ദൈവം എന്നെ സഹായിച്ച് ഇന്ന് ദൈവത്തിന്റെ ആലയത്തിൽ പ്രതിഷ്ഠയിൽ പങ്കുചേരുവാനായിട്ട് ദൈവം സഹായിച്ചുള്ള കർത്താവേ, ദൈവത്തിന് സ്തോത്രം. ദൈവമേ, ഞാനൊരു ഭാവിയാണ്
ഞാൻ എന്റെ കിടക്കയിൽ നിന്ന് ഉണരുവാനായിട്ട്, ഇന്നത്തെ ദിവസത്തെ കാണുവാനായിട്ട്, ദൈവമേ ഈ പ്രകൃതിയെ കാണുവാനായിട്ട്, അങ്ങയുടെ അത്ഭുത ദൃഷ്ടിയെ ദൈവമേ കർത്താവ് ദൃഷ്ടിക്കുവാനായിട്ട് ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹത്തിനായി സ്തോത്രം. ഇന്ന് ആലയത്തിൽ കർത്താവ് ഈ അവിശ്വാസിയായ ഈ എളിയവന്, ഈ ഒരു ദൈവമേ കർത്താവ് ഭാവിയായ എന്നെ ദൈവം ആനയിച്ചതിനായി ദൈവത്തിന് സ്തോത്രം കർത്താവ്. ഇത്രത്തോളം എന്നെ സഹായിച്ച ദൈവത്തിന് സ്തോത്രം. എബിനേസറേ എന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഈ ദിവസം ഈ പ്രതീക്ഷയിൽ പങ്കുചേരുവാൻ ദൈവം സഹായിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 1 പത്രോസ് 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് അറിയില്ല. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് അറിയില്ല. എന്താ പറയുന്നത്? 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം എന്താ പറയുന്നത്? ആ വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു എന്നാണ് പറയുന്നത്. എത്ര വലിയ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വാക്യമാണ് പ്രിയമുള്ളവരെ. അതിന്റെ 4 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ മനുഷ്യൻ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ ദൈവത്തിന്റെ എന്താണ് അനേകം നമ്മളെ പുച്ഛിക്കാം, അനേകം നമ്മളെ തള്ളിക്കളയാം. ഇവനൊക്കെ എന്താ ഈ അമ്മമാര് പറയുന്നത് ഇങ്ങനെ പരിഹസിക്കാം. എന്നാൽ ദൈവസന്നിധിയിൽ ഒരു മാന്യമായ ഒരു പദവി നമുക്കുണ്ട് എന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ലോകത്തിന്റെ കണ്ണുകളിൽ നമ്മൾ ഒരുപക്ഷെ ഒരു വിലയുമില്ലാത്ത വ്യക്തികളായിരിക്കാം പ്രിയമുള്ളവരെ. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ശ്രേഷ്ഠമായ ഒരു പദവി അലങ്കരിക്കുന്ന ദൈവിക മക്കളാണ് എന്ന് അത് ദൈവം തിരിച്ചറിയുന്നു. മനുഷ്യൻ തിരിച്ചറിയില്ലെങ്കിലും അത് ദൈവം തിരിച്ചറിയുന്നു എന്ന് നാം കാണുന്നു പ്രിയമുള്ളവരെ. ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതന്മാരാകേണ്ടതിന് പണിയപ്പെടുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിന് വേണ്ടി ഉന്നതമായ ഒരു ആ ശുശ്രൂഷ നിർവഹിക്കപ്പെടുവാനായിട്ട്, ആ രാജകീയ പുരോഹിത വംശത്തിന്റെ ഭാഗവാക്കുകളായി തീരുവാനായിട്ട് ദൈവം നമ്മളെ ഓരോ നാളുകളും ഓരോ ആഴ്ചയിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ അവൻ ആത്മീയമായി നമ്മളെ എന്ത് ചെയ്യുന്നു? അവൻ പണിയുന്നു, അവൻ നമ്മളെ വാർത്തെടുക്കുന്നു, അവൻ നമ്മളെ രൂപപ്പെടുത്തുന്നു, അവൻ നമ്മളെ എല്ലാവിധമായ അകത്യങ്ങളും പോക്കി നമ്മുടെ ഹൃദയങ്ങളിലെ മാലിന്യങ്ങളെ അകറ്റി നമ്മളെ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ വചനം പഠിക്കുന്നതോടും ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ദൈവ മക്കളായി മാറി അങ്ങനെ ഒരു പ്രതീക്ഷയുള്ള ഒരു ജനമായി ദൈവത്താൽ പണിയപ്പെടുന്ന ഒരു സഭയായി മാറുവാനായിട്ട് ദൈവം നമ്മളെ ഈ ദേശത്ത് വിളിച്ചിരിക്കുകയാണ്. He has called us to rededicate our life and he is really molding our life every day. ഓരോ ദിവസവും അവൻ നമ്മളെ എന്ത് ചെയ്യുകയാണ്? അവൻ പണിയുകയാണ്, ആത്മീയമായി നമ്മളെ പണിയുകയാണ്. ഒരു പുരോഹിത ഉന്നതമായ പുരോഹിത ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുകയാണ്? വിളിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ. അതിനാൽ ആ കർത്താവായ ദൈവത്താൽ ഈ അടിയനെ കർത്താവ് ഞാൻ മുഴുവനുമായി ദൈവമേ പത്രോസ് പറഞ്ഞതുപോലെ എന്താണ്? എന്നെ കഴുകണമേ, എന്നെ എന്താണ് ഉള്ളനാൾ മുതൽ ഉച്ചവരെ എന്ത് ചെയ്യണം? എന്നെ കഴുകണമേ കർത്താവ് എന്ന് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ കാണുന്നതുപോലെ, അവൻ ദൈവസന്നിധിയിൽ അവനെ പ്രതീക്ഷിച്ചതുപോലെ, ആ പത്രോസ് ദൈവത്തിന്റെ ശിഷ്യനായ പത്രോസ് സമർപ്പിച്ചതുപോലെ ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ ഈ പ്രതിഷ്ഠാ ഉത്സവത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നാം മുഴുവനുമായി, നാം സഭയായി ദൈവസന്നിധിയിൽ നാം കാണിരുന്ന് ഈ എളിവനെ മുഴുവനുമായി കർത്താവ് കഴുകണമേ കർത്താവ്, ശുദ്ധീകരിക്കണമേ കർത്താവ്, അടികളെ ഓരോരുത്തരെയും പണിയണമേ കർത്താവ്, ആത്മീയമായ തകർച്ചയിൽ നിന്ന് അധപ്പതനത്തിൽ നിന്ന് അടികളെ വീണ്ടെടുക്കണമേ കർത്താവ്. ഞാൻ അനേക നാളുകൾ അങ്ങനെ ആലയത്തിൽ വരാതിരുന്നിട്ടുണ്ട്, അനേക നാളുകൾ അങ്ങനെ വചനം വായിക്കാതിരുന്നിട്ടുണ്ട്, അനേക നാളുകൾ നിങ്ങൾക്ക് വേണ്ടി സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കാതിരുന്നിട്ടുണ്ട്. ദൈവമേ അങ്ങനെയായ നാമമഹത്വത്തിനായി ഇതുവരെ ജീവിതം
തീർക്കുവാനായിട്ട്, ഞങ്ങളുടെ പാപക്കറകളെല്ലാം ഇല്ലാതാക്കി തീർക്കുവാനായിട്ട് അടിയനെ പണിയണമേ എന്ന് മുற்றிലും അവന്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടതായ ഒരു ദിവസമാണ് ഈ ഡെഡിക്കേഷൻ ഡേ എന്ന് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് കടന്നില്ല. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നില്ല. എന്താ പറയുന്നത്? 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം. അപ്പോൾ ശലോമോൻ താൻ ഭൂരിയിൽ വസിക്കുമെന്ന് അരുളി ചെയ്തിരിക്കുന്നു. എങ്കിലും ഞാൻ നിനക്ക് നിവാസാലയം നിനക്ക് എന്നേക്കും വസിപ്പാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ തന്റെ അപ്പനായ ശലോമോന്റെ അപ്പനായ ദാവീദിന് ലഭിക്കേണ്ടതായ ഒരു അനുഗ്രഹം ഇവിടെ ദൈവം ആർക്ക് നൽകി? ദാവീദിന്റെ മകൻ ശലോമോൻ രാജാവിന് ദൈവമാണ് നൽകി. ദാവീദിന്റെ കൈകളെല്ലാം കറകൾ നിറഞ്ഞതായ, രക്തക്കറകൾ നിറഞ്ഞിരിക്കുന്നതായ ആ കൈകൾ കൊണ്ട് എനിക്കൊരു ആലയം നീ പണിയേണ്ട, നിന്റെ മകനായ ശലോമോൻ എന്ത് ചെയ്യും? എനിക്ക് വേണ്ടി ഒരു ആലയം പണിയെടുപ്പിക്കുമെന്ന് ആ പറഞ്ഞതായ പ്രവചനത്തിന്റെ അതിന്റെ പ്രകാരം ഇവിടെ ശലോമോൻ എന്ത് ചെയ്തു? ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിതു. ശലോമോൻ പറയുകയാണ്, എന്താണ്? ശലോമോൻ താൻ ഭൂരിയിൽ വസിക്കുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു. ഭൂരിയിൽ വസിക്കുന്ന ഒരു ദൈവമാണെന്ന് തിരുവചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, എങ്കിലും ഞാൻ നിനക്കൊരു നിവാസാലയം നിനക്ക് എന്നേക്കും വസിപ്പാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു. ശലോമോൻ അവന്റെ കൈകളില് ആ ഇസ്രായേലുകളായ ആ ഇസ്രായേൽ ജനങ്ങളുടെയായ അവരുടെ പ്രയാസപ്പെടുത്താൻ അവർ കൊണ്ടുവന്നായ എല്ലാ സാമഗ്രികളും വളരെയധികം സൂക്ഷ്മതയോടുകൂടി അതെല്ലാം ഒരുക്കി ദൈവത്തിന് വേണ്ടി മനോഹരമായ ഒരു ആലയം അവിടെ പണിയെടുപ്പിച്ചതായിട്ട് നമുക്ക് അറിയാമല്ലോ. അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹോവയുടെ തേജസ് എന്താണ്? യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. ഇവിടെ ഒരു ആലയം പണിത് അവിടെ അതിന്റെ എല്ലാ പ്രജകളും ചേർന്ന് അവിടെ ആ പ്രതിഷ്ഠാ ദിവസത്തിലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തി അവിടെ ശലോമോനും പുരോഹിതന്മാരും എല്ലാവരും ചേർന്ന് അവിടെ പ്രാർത്ഥിക്കുന്നതായ സമയം ഒരു മേഘം ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്ന് ആ ആലയം അവിടെ നിറഞ്ഞതായിട്ട് നാം വായിക്കുകയുണ്ടായി. അവിടെ എന്താണ്? 28-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 28-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത് നോക്കാം. എങ്കിലും എന്റെ ദൈവമായ യഹോവേ, അടിയൻ ഇന്ന് തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയന്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞ് കടാക്ഷിക്കണമേ. 29 കൂടെ വായിക്കാം. എന്താ പറയുന്നത്? അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഈ ആലയത്തിലേക്ക് രാവും പകലും തീർക്കാൻ പാർത്തരുളേണമേ എന്ന് ഇവിടെ നാം ശലോമോന്റെ ആ വാക്കുകൾ നാം കാണുന്നു. പ്രിയമുള്ളവരെ, ഈ കൂതാളി സഭയില് അനുദിനവും പ്രാർത്ഥനയും യാചനയും കഴിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. അടിയങ്ങൾ ദൈവമേ, ഈ കൂതാളി സഭയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവമേ അങ്ങവിടുന്ന് എന്ത് ചെയ്യണം? ചെവികൊള്ളണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസമാണ്. ഈ ആലയത്തിലേക്ക് രാവും പകലും തൃക്കൺ പാർത്തരുളണമേ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയന്റെയും നിന്റെ ജനമായ ഇസ്രായേലിന്റെയും യാചന എന്ത് ചെയ്യണം? കേൾക്കണമേ എന്നാണ് പറയുന്നത്. ഈ ഒരു ഡെഡിക്കേഷൻ ഡേ അല്ലെങ്കിൽ ഈ പ്രതിഷ്ഠാോത്സവത്തിന്റെ ഒരു ദിവസം നാം എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ ഇത് ഞങ്ങളുടെ ഒരു ആലയമാണ്, ഞങ്ങളുടെ ആത്മീയമായ ഒരു ആലയമാണ്, ഇത് ദൈവം തന്ന ഒരു വലിയൊരു ദാനമാണ്. ദൈവമേ കർത്താവേ, ഈ ആലയത്തിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവമേ സ്വർഗ്ഗമേ ചെവികൊള്ളണമേ. അടിയങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരണമേ. അടിയങ്ങളോട് മനസ്സരിയണമേ. അടിയങ്ങളുടെ മധ്യയിലേക്ക്
കടന്നു വരണമേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ എന്ന് ശലോമോൻ എന്ന് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് നമ്മളൊരു പ്രതിജ്ഞ എടുക്കുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഞാൻ ആ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം, നമ്മളെ തന്നെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ആലയം ഒരു പ്രാർത്ഥന ആലയമാണ്, അനേകർക്ക് ഒരു അഭയ കേന്ദ്രമായിരിക്കണം. പ്രിയമുള്ളവരെ, ദൈവനാമം മഹത്വപ്പെടുന്ന അനുഭവങ്ങൾ അല്ലാതെ വേറെ ഒന്നും ഈ ആലയത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. ദൈവമേ, അതിനുമേ കർത്താവ് അവിടെ മാർട്ടിൻ ലൂഥർ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ആലയത്തിന് അരികെ ഒരു പിശാച് ഒരു കപ്പൽ പണിയുന്ന ഒരു അനുഭവം ഒരിക്കലും ഉണ്ടാകരുത്. ദൈവമേ കർത്താവ്, ഞങ്ങൾ ആത്മീയമായ ഒരു കൂട്ടായി ആത്മനേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു സഭയായി ദൈവമേ ഞങ്ങളൊരു പ്രതീക്ഷയുള്ളവരായി എന്നേക്കും അങ്ങനെ വരവരെയും ഈ ആലയത്തെ ദൈവമേ അങ്ങനെ ഒരു വലിയൊരു വെളിച്ചമായി, കുഞ്ഞാടിന്റെ വെളിച്ചമായി കർത്താവ് നിലനിർത്തുവാൻ ഞങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. 2 ദിനവൃത്താന്തം 5-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നിയല്ല. 2 ദിനവൃത്താന്തം 5-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നിയല്ല. അവിടെ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. 2 ദിനവൃത്താന്തം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം. പതിമൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പുരോഹിതന്മാരുടെ കൂടെ നിന്ന് കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദ്യങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഏകസ്വരമായി കേൾക്കുമാറ് യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. യഹോവയുടെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞിരുന്നു എന്ന് നാം കാണുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളായ സുസ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവമേ ഇതാ ഞങ്ങളുടെയായ ഈ മന്ദിരമാകുന്ന ആലയത്തെ കർത്താവ് അങ്ങയ്ക്ക് വേണ്ടി അടികൾ ഇതാ സമർപ്പിക്കുന്നു എന്ന് ഒരു വലിയൊരു സമർപ്പണത്തോടുകൂടി നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ കർത്താവായ ദൈവത്തിന്റെ ആ തേജസ് ഈ ആലയത്തിന് മുകളിൽ ഇറങ്ങുവാനായിട്ട് ദൈവം കൃപയുള്ളവനായി തീരട്ടെ, മനസ്സിലുള്ളവരായി തീരട്ടെ. ദൈവികമായ ആ ശക്തിയും തേജസ്സും ലഭിച്ചതായ ഒരു സഭയായി കൂതാളി സഭ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായി ആത്മീയത്തിന്റെ അനുഭവത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സഭയായി ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്ന ഒരു അനുഭവം നമ്മുടെ ഈ സഭയ്ക്ക് ഉണ്ടാകട്ടെ, നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ. Let us dedicate ourselves in the hands of God. When we really submit ourselves and when we really do that supplication in this hour of this divine hour, God will extend His grace upon each and every one of us. ദൈവത്തിന്റെ അവന്റെ കൃപ നമ്മുടെ മേൽ പകരുവാനായിട്ടും അവന്റെ ആത്മീയമായ അനുഗ്രഹം നമ്മുടെ മേൽ ഇറങ്ങി വരുവാനായിട്ട് ദൈവമേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, നിന്റെ സന്നിധിയിൽ നിൽക്കുവാനായിട്ട് ഒരു യോഗ്യതയുമില്ലാത്തവനാണ്. ഇപ്രകാരമായ ഒരു മനോഹരമായ ആലയത്തിൽ നിന്ന് വസിക്കുവാനായിട്ട് അങ്ങേ ആരാധിക്കുവാനായിട്ട് യാതൊരുവിധമായ ഒരു യോഗ്യതയുമില്ലെന്നാ. ഞങ്ങളുടെ ബുദ്ധിയിൽ ഇറങ്ങി വരണമേ, ഞങ്ങളുടെ തേജസ്സാൽ നിറയ്ക്കണമേ, എന്റെ മന്ദിരത്തിലേക്ക് നീ ഇറങ്ങി വരണമേ, എന്റെ ഹൃദയത്തിലിരിക്കുന്ന ഇരുളിനെ നീ അകറ്റണമേ നാഥാ. എന്ന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ നാം സമർപ്പിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ